ഇവിടെ ഒരു കുട്ടിപ്പെണ്ണ് വളർത്തുനായയിൽ രഹസ്യ ക്യാമറ വെക്കുകയാണ്. അതും അവളുടെ രണ്ടാനമ്മയുടെ തെളിവ് ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ചെയ്തത്. അവളുടെ രണ്ടാനമ്മ അവളുടെ അമ്മാവനുമായി ബന്ധത്തിലാണ്. വീഡിയോ ലഭിച്ച ശേഷം തുറന്നു കാട്ടാനായി അവൾ തിടുക്കം കാട്ടില്ല. പകരം അവൾ അച്ഛൻ്റെ വിവാഹത്തിൽ സെർവന്റിനെ ഏർപ്പാട് ചെയ്തു. അപ്പോൾ അവളുടെ അമ്മാവൻ വന്ന് രണ്ടാനമ്മ ഇതിനകം തന്നെ ഗർഭിണിയാണെന്നും നിന്റെ അച്ഛനും മുഴുവൻ കുടുംബം സ്നേഹവും ആ കുട്ടിയുടെ മേൽ ചേരും, അപ്പോൾ ആരും നിന്നെ വകപ്പോലും വെക്കില്ലെന്ന് പറയുമ്പോൾ അവൾ മാന്യമായിട്ട് തന്നെ കേട്ടുനിന്നു. സത്യത്തിൽ ഇവരുടെ റിലേഷൻഷിപ്പ് അവൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതായിരുന്നു. അവളുടെ രണ്ടാനമ്മയ്ക്കും അമ്മാവനുമിടയിൽ എന്തോ ഉണ്ടെന്നുള്ളത്. രണ്ടാനമ്മ അമ്മാവനെ കുടുംബസ്വത്ത് പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ അവളുടെ അച്ഛനെ കെട്ടാൻ വന്നത്. ഉടനെ തന്നെ അവൾ വാതിൽ പൂട്ടി. പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛനെ വിളിച്ച് അവരെ തുറന്നു കാട്ടാനായി വിളിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവൾ വാതിൽ തുറന്നപ്പോൾ മുറിയിൽ അവൾ രണ്ടാനമ്മയെ മാത്രമേ കണ്ടുള്ളൂ. രണ്ടാനമ്മ ഉറങ്ങുകയായിരുന്നു. വാതിൽ തുറന്നതിന്റെ സൗണ്ട് കേട്ട് പേടിച്ചു പോയെന്ന് പറയുന്നു. അവൾ ദേഷ്യത്തോടെ രണ്ടാനമ്മയ്ക്കും അമ്മാവനുമിടയിലുള്ള ബന്ധം തുറന്നു പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത രീതി നടിച്ചു. നീ എന്താണ് പറയുന്നതെന്ന് പറയുന്നു. അവൾ മുറി നന്നായി പരിശോധിക്കുമ്പോൾ അവിടെങ്ങും ആരെ കാണുന്നില്ല. ബഹളം കേട്ടപ്പോൾ അമ്മാവൻ ഇതിനകം തന്നെ ജനാലയെ കൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അവൾ കാര്യങ്ങൾ വിശദീകരിക്കാനായി പോയപ്പോൾ രണ്ടാനമ്മ താൻ ഗർഭിണിയാണെന്ന് പെട്ടെന്ന് പറഞ്ഞതും അതും കൂടിയായതും അദ്ദേഹം അതിയായി സന്തോഷിച്ചു. സോ വിവാഹം ഉടനെ തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. നിസ്സഹായവൾ വേറെ വഴിയിലായിരുന്നു. രണ്ടാനമ്മയുടെ മറ്റൊരു മുഖം തുറന്നു കാട്ടാനായി അവൾ മറ്റൊരു വഴി നോക്കി. അങ്ങനെ വിവാഹം ദിവസം എത്തി. അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് രണ്ടാനമ്മയെ താക്കീത് നൽകുകയും ചെയ്തു. ഈ കല്യാണം നിർത്താനായിട്ട്, അല്ലാത്ത പക്ഷം രണ്ടാനമ്മയുടെ എല്ലാ പ്രശസ്തി നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാനമ്മ വിചാരിച്ചത് ഇവൾ കുട്ടിയായതോടെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാ. നിന്റെ അച്ഛനെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അവളെ ഓടിച്ചു. അവൾ രഹസ്യമായി അമ്മാവനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് സെർവന്റിനോട് പറഞ്ഞു വിട്ടു. പിന്നീട് അവൾ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ക്യാമറ വെച്ചു. രണ്ടുപേരുടെ വീഡിയോ പകർത്താനായി ക്യാമറയുടെ എല്ലാ നിമിഷങ്ങൾ എല്ലാം പകർത്തിയെടുത്തു. കൂടാതെ രണ്ടാനമ്മയുടെ വയറ്റിലെ കുട്ടി അത് അമ്മാവൻ്റെതായിരുന്നു. ശേഷം ഫൂട്ടേജ് എല്ലാം ഒരാൾക്ക് കൈമാറി. ഇവിടെ രണ്ടാനമ്മ മുത്തശ്ശന് വിവാഹ ദിവസം തന്നെ ഒരു സർപ്രൈസ് നൽകാനിരിക്കുമ്പോഴാണ് രഹസ്യമായി ആ വീഡിയോ അവൾ പ്ലേ ചെയ്തത്.